നമ്മുടെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കാനായിട്ട് ഏറ്റവും അത്യാവശ്യം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമല്ലേ ചൂലെന്ന് പറഞ്ഞാൽ. എന്നാൽ ഈ ചൂലെന്നുള്ളൊരു പ്രയോഗം നമ്മൾ അത്ര പോസിറ്റീവായിട്ട് എടുക്കാറുമില്ല. എന്നാൽ ഒരു ഗ്രാമത്തിൻ്റെ പേര് തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ കേട്ടോ, ഒരു ഗ്രാമത്തിൻ്റെ പേര് തന്നെ ചൂല് എന്ന് മാറ്റിയേക്കുവാണ്, ചൂൽ സിറ്റി എന്നാക്കിയേക്കുവാണ്. നമ്മുടെ നാടിനോട് തൊട്ട് ചേർന്നൊരു സ്ഥലമാണ് നീലൂർ ചൂൽ സിറ്റി. അപ്പോൾ എങ്ങനെ ഈ പേര് വന്നേ, എന്താ ഇവിടുത്തെ പ്രത്യേകത നോക്കാം. ഇവിടുത്തെ കടകൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കടയിലും കിട്ടുന്ന ഒരു ഐറ്റമാണ് ചൂല്. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് ചൂൽ സിറ്റി എന്ന് പേര് വന്നത്. പക്ഷേ നമുക്കത് ഇവിടെയുള്ള അവിടെ തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ബാ, എൻ്റെ പേര് തങ്കച്ചൻ കുടലുമറ്റം നീലൂര്. ഓ, ഈ കട ചേട്ടൻ്റെ അല്ലേ? ഈ കട എൻ്റെയാണ്. ഈ ശരിക്കും ഈ സ്ഥലത്തിൻ്റെ പേരെന്നായിരുന്നു ആദ്യം? നേരത്തെ ഈ സ്ഥലത്തിൻ്റെ പേര് കണ്ടത്തിമാവെന്നാണ്. കണ്ടത്തിമാവെന്നായിരുന്നു. അത് ഇപ്പം ഈ ചൂല് വ്യാപകമായിട്ടുള്ള കച്ചവടം ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ചൂല് സിറ്റി എന്നുള്ള പേരിലേക്കാണ് ചൂൽ സിറ്റി. ഓ, ഇവിടെ എല്ലാ കടയിലും തന്നെ ചൂല് ഇരിപ്പുണ്ടല്ലേ? ഞാൻ ഏതാണ്ട് 2020 കാലഘട്ടത്തിൽ തുടങ്ങിയതാണ്. അപ്പോൾ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് കച്ചവടമുണ്ട്. അപ്പോൾ ആ കച്ചവടം എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സമീപ കടക്കാരൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പതിയെ തുടങ്ങി. പിന്നെ നമ്മുടെ ഏരിയയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഹോൾസെയിലായിട്ട് എടുത്തുകൊണ്ട് ചെറിയ ചെറിയ കടകൾ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ വഴി സൈഡിലൊക്കെ വെച്ച് വിൽക്കുന്ന ഒരു വ്യാപാരങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ ഇവിടെ തന്നെ ചൂലുകൾ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്, അത് ഇറക്കി ഇല്ല. ഇവിടെ നമ്മൾ എന്നാന്ന് ചോദിച്ചാൽ ഇത് ഇന്തോനേഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ഈർക്കലികളാണ് കൂടുതലായിട്ടുള്ളത്. 50 രൂപ മുതൽ 120 രൂപ വരെയാണ് ഇപ്പം നമ്മൾ വിറ്റുകൊണ്ടിരിക്കുന്നത് ചൂല്. ഏതൊക്കെ തരം ചൂലുകളുണ്ട് ഇവിടെ? എന്നാന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത് ഈ ഇന്തോനേഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന അവിടുത്തെ എണ്ണപ്പനയുടെ ഈർക്കലിയാണ്. അതിനാണ് നല്ല ഡിമാൻഡ്. ഈ വഴിയെ പോകുന്ന ആൾക്കാർ മുഴുവനും അതുകൊണ്ട് വാങ്ങിച്ച് കൊണ്ടുപോകാറുണ്ട്. അതുപോലെ തന്നെ ഈർക്കലി ചൂലുണ്ട്, നമ്മുടെ സാധാരണയുള്ള തെങ്ങിൻ്റെ കുറ്റിച്ചൂലുണ്ട്. അതുപോലെ തന്നെ തുഞ്ചാണിച്ചൂലുണ്ട്, ഓലച്ചൂലുണ്ട്, അത് ചിറ്റേന്തിൻ്റെ ഓല കയറി വരുന്ന ചൂലുകളുണ്ട്, കമ്പ് ചൂലുകളുണ്ട്, ഈറ്റച്ചൂലുണ്ട്, അത് ഇരുമ്പ് ചൂലുണ്ട്. അങ്ങനെ ഒരു 10-25 സൈസ് ചൂലുകൾ ഇവിടെയുണ്ട്. ഇതാണ് ഇന്തോനേഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ചൂല്. ഇത് ഒടിഞ്ഞു പോകത്തില്ല, എങ്ങനെ കാണിച്ചാലും ഇത് ഒടിയത്തില്ല. ഇത് അതുപോലെ തന്നെ ഇത് തേഞ്ഞ് തീരുള്ളൂ. നമുക്ക് 1 വർഷം 1.5 വർഷം വരെ ഈ ചൂല് ഉപയോഗിക്കാം. അതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. ഇവന് എന്തോരം വേണേലും വളയും, ഒടിയത്തില്ല. അതുപോലെ ഇത് തന്നെ പല സൈസുണ്ട്. ഇതൊക്കെ ഇതുപോലെയുള്ള തിണ്ണകൾ അടിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഉപകരിക്കുന്ന സാധനങ്ങളാണ്. പറഞ്ഞ ഈറ്റച്ചൂല്, ഇത് മുനിസിപ്പാലിറ്റി ഈ പണ്ട് നമ്മൾ കണ്ടിരിക്കുന്ന മുനിസിപ്പാലിറ്റി ചൂല്, ഈറ്റച്ചൂല് ആയിട്ട് വിൽക്കുന്ന. ഈ ബാംബു ഐറ്റംസിൻ്റെ കച്ചവടമുണ്ട് ഇഷ്ടം പോലെ. ബാംബു എന്ന് പറയുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞാൽ കൊട്ടകൾ, പണ്ടത്തെ മുറങ്ങൾ, ഇതുപോലെയുള്ള പരമ്പുകൾ, പറക്കൊട്ടയാണ്. നെല്ലളക്കാൻ അളവുണ്ടല്ലോ ഇതിന്. ഇതൊരു ഒരു പറ അളവാണ്. ഇത് ചൂരിലും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന്റെ വേറൊരു വലിയ സൈസ് പറക്കൊട്ടയാണ്. ഇത് ഈറ്റ കൊണ്ട് തീർത്തിരിക്കുന്ന കൊട്ടയാണ്. അപ്പം ഈ ചിരട്ടത്തവി എന്ന് കാണാനൊന്നുമില്ല. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഈ ചിരട്ടത്തവികൾ. ഇതൊക്കെ മേടിക്കാൻ വേണ്ടി തന്നെ വരും, തന്നെ വരും. എല്ലായിടത്തും കിട്ടുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് അങ്ങനെ കണ്ടുപരിചയമില്ലാത്ത ഒരുപാട് കൊട്ടയും വെട്ടിയും ചട്ടിയൊക്കെ ഒരുപാട് ഇരിപ്പുണ്ട് കേട്ടോ. പിള്ളേർ തല്ലുന്ന ചൂരിലും ഉണ്ട്, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്തായാലും പോരാളിക്ക് സ്വർഗം തന്നെയായിരുന്നു കേട്ടോ. ഏത് ചൂലെടുക്കണം എന്നുള്ള കൺഫ്യൂഷനായിപ്പോയി. ചൂലുകളുടെ ഒരു വലിയ സൂപ്പർ മാർക്കറ്റ് തന്നെ ചൂൽ സിറ്റി നിങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുകയാണ്. എല്ലാ കടയിലും കോമൺ ആയിട്ട് കിട്ടുന്ന സാധനം കേട്ടോ ചൂല്. അപ്പോൾ നീലൂർ ഓർത്ത് വെച്ചോ, നീലൂർ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, ലൊക്കേഷൻ കിട്ടും. ചൂൽ സിറ്റിയിലോട്ട് വരിക, വന്ന് ചൂലൊക്കെ വാങ്ങിച്ച് വീട്ടിൽ പോയി അടിച്ചൊക്കെ വൃത്തിയാക്കിക്കോ. അപ്പോൾ വീണ്ടും കാണാം. ടാറ്റ.